ചേട്ടേ അവന്റെ ഒരു അന്തസ് അഭിമാനം ഞൊണ്ടി പട്ടാളം നിന്റെ കാലിലല്ലടാ നിന്റെ ചങ്കില് വെക്കണം വെടി വെടി. അവന്റെ ഒരു പൂവും പൂക്കാടും മനുഷ്യന്റെ മനസ്സ് കാണാത്തന്നല്ല പൂ ആല്ല. ഇതങ്ങോട്ട് പോയാലും വേണ്ടില്ല ചവിട്ടിയാ കൂട്ടിയേ എന്നാ അവന് ഇഷ്ടായില്ല എന്നാ നിന്റെ വിചാരം? നീ പോടാ വന്നത്. ആര് വണ്ടി മാറ്റി കൊണ്ടോടാ? പോലീസാ അതോ പട്ടാളോ? ജോസേ ജോസേ നീ വീട്ടിൽ പോടാ. അല്ലാര് ഗോവലേട്ടനോ? ഗോവലേട്ടാ ഒരു ജാതി ഒരു മതം ഒരു ദൈവം അല്ല തെറ്റി. പല ജാതി പല മതം പല ദൈവം പല നിറം. കഥാ കറുത്തുപോയി. അടിക്കണം അടിക്കും ഞാൻ. ആരെന്നെ? ഗോവലേട്ടനല്ല ഈ ഇയാളുണ്ടല്ലോ സുധാരേട്ടൻ. ഏട്ടനോ? സുധാകരൻ നായര്. ഈ നായരെ ഞാൻ അടിക്കും. അങ്ങനെ ഇവിടെ ഒരാളും കോലി കളിക്കണ്ട. എന്റെ പറഞ്ഞതിൽ വിരോധമുണ്ടോ? അടിച്ചോ? നോ പ്രോബ്ലം. തലയ്ക്ക് വെളിവില്ലാതെ വല്ലൊരു വല്ലതും പറഞ്ഞു വിചാരിച്ചു. ക്ഷമയ്ക്കൂല അതില്ലേ പോലെ ആ പറഞ്ഞ സാധനം എനിക്കുണ്ട്. ഇങ്ങോട്ട് വരാൻ ഞാനാ വിളിക്കുന്നത്. ഇങ്ങോട്ട് വന്നേ. ആ ഗോവലേട്ടൻ പറഞ്ഞതിന്റെ പേരിൽ ഞാൻ വരാം. അല്ലാണ്ട് ആരും പേടിച്ചിട്ടൊന്നുമില്ല. മനസ്സിൽ വെച്ചാ മതി. ഗോവലേട്ടാ മനുഷ്യൻ മനുഷ്യനെ മനസ്സിലാക്കണം. നമ്മൾ ഈ സുധാകരൻ നായരുടെ പെങ്ങളും മനുഷ്യനാണോ? നാളെ പറയാലോ. നാളെ പറയണ്ട എന്ന് പറഞ്ഞാ മതി. ഈ ലൈമൻ ജോസുട്ടി മനുഷ്യനാണോ? മനുഷ്യനാ. 3.5 തര മനുഷ്യനാ. പക്ഷെ ഫീസ് ഊരി കളഞ്ഞു. 2 ലൈഫിന്റെ ഫീസ ഊരി കളഞ്ഞ മനുഷ്യൻ. അറിയാ? കൊല്ലട്ടാ തള്ളിക്കളഞ്ഞിട്ട് പോവല്ലേ? തള്ളാം. ദോസിന് ആർക്കും തള്ളാം. എപ്പോ വേണമെങ്കിലും തള്ളാം. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം. കള്ളു മനുഷ്യനെ കുടിക്കാൻ തുടങ്ങി. ഒന്ന് കൊടുത്താൽ ശരിയാവും. ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. 4-5 കൊല്ലായി. എന്റെ കുട്ടിയുടെ ജീവിതം തകർത്ത അവനാ. അവനെയും കുറ്റം പറയാൻ പറ്റില്ല. പാവം ഒരു ബീഡി പോലും വലിക്കാത്ത ചക്കനാ. അല്ല അതും നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഞാൻ ചെയ്താണോ തെറ്റ്? നിങ്ങളുടെ പെങ്ങള് ജീവിക്കാൻ ഗതിയില്ലാത്ത ഒരു അന്യജാതിക്കാരനെ കൂടെ പോണെന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കോ? നീ ചെയ്തത് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞില്ല. പിന്നെന്താ? നിങ്ങളുടെ മാത്രല്ല എന്റെ പെങ്ങന്മാരുടെ അനിയന്റെയും അമ്മയുടെയും ഒക്കെ മനസ്സിലിരിക്കുന്നത് അത് തന്നെയാ. കാശും പണവും അന്തസ്സും സൗന്ദര്യവും ഒക്കെ ഉള്ള ഒരുത്തിന് തന്നെയാ കൊടുത്തത്. മനുഷ്യന്റെ ഉള്ളിൽ ചക്ക തുറന്നു നോക്കണം നോക്കാൻ പറ്റുമോ? ഇന്ന് ശിവനും പറഞ്ഞു അവളുടെ ഇഷ്ടം നടത്തി കൊടുത്താൽ മതിയായിരുന്നു. അന്ന് ഈ ജോസിനെ കൊല്ലുമെന്ന് പറഞ്ഞവനാ. എല്ലാവർക്കും ഞാൻ ചെയ്ത് തെറ്റ് കുത്തു മുഴുവൻ എനിക്ക്. ഓരോരുത്തർക്ക് ഓരോന്ന് ദൈവം വരച്ചിട്ടുണ്ട്. അത് തുടച്ചാ പോയില്ല. നീ ഊണ് കഴിച്ചോ? ഇല്ല. എന്നാ വാ നമുക്ക് വീട്ടിൽ പോയി ഒന്ന് കൂടി അവിടെ കിടക്കാം. എന്താ? വേണ്ട, ഗോവലേട്ടൻ പോയിക്കോ. നീ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കട്ടെ. അത് സാരല്ല, അതും ഒരു തലയിലെഴുത്താ. ഗോവലേട്ടൻ പോയിക്കോ. രാധാമണി കാത്ത് കണ്ണു കഴിക്കണ്ടാവും. എന്നാ ഒരു കാര്യം ചെയ്യാം, വീട്ടിൽ പോയി പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരാം. വേണ്ടെന്നേ, ഇനി രാധാമണിക്ക് കൂടെ ഞാനൊരു ശത്രു ആവണ്ട. നിങ്ങൾ നേരം കളയണ്ട് ചെല്ലുക പോലട്ടാ. ചെല്ലുന്നേ.